അങ്കമാലിക്കാരുടെ വിക്ടോറിയയെ ആസ്പദമാക്കി സംവിധായിക ശിവരഞ്ജിനിയുടെ ആദ്യ ചിത്രമായ വിക്ടോറിയ പ്രേക്ഷക ഹൃദയം കീഴടക്കി. പ്രേക്ഷക പ്രതികരണത്തിൽ ശിവരഞ്ജിനി കേരള വിഷൻ ന്യൂസിനോട് സന്തോഷം പങ്കുവച്ചു. ശിവരഞ്ജിനി മാമിൻ്റെ ഒരു ആദ്യത്തെ മൂവിയാണിത്. അപ്പം ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു മൂവിയും കൂടാണ്. എങ്ങനെ ഉണ്ടായിരുന്നു പ്രേക്ഷക പ്രതികരണം കേട്ടിട്ടാണ്? വളരെ സന്തോഷം. ഒരിക്കലും വിചാരിച്ചില്ല ഇതേപോലെ ഒരു സ്വീകരണം നമ്മുടെ സിനിമയ്ക്ക് കിട്ടുമെന്ന്. ആദ്യത്തെ സിനിമയാണ്, എൻ്റെ മാത്രമല്ല എൻ്റെ ക്രൂയിലെ പലരുടെയും ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ വളരെ സന്തോഷം, വളരെ എക്സൈറ്റഡ് ആണ്. അങ്കമാലി ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യാനും അവിടെ ഉള്ളവരുടെ ആൾക്കാരുടെ ഡയലോഗ്സിനകത്ത് കൊണ്ടുവരാനും ആ ഒരു സ്ലാങ് യൂസ് ചെയ്യാനും അങ്കമാലി ചൂസ് ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും റീസൺ ഉണ്ടോ? എൻ്റെ വീട് അങ്കമാലി അടുത്ത് മഞ്ഞപ്ര എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. അപ്പോൾ അവിടെ എനിക്ക് ഏറ്റവും പരിചയമുള്ള ഒരു ഭാഷയും കഥകളൊക്കെയാണ് സിനിമയിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ മൂവിയുടെ നോക്കുകയാണെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ, ഡയറക്ടർ, എഡിറ്റർ 3 മേഖലയും മാം തന്നെയാണ് കൈകാര്യം ചെയ്തത്. ഇതിനെപ്പറ്റിയും കൂടെ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെ ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ പഠിച്ചത് സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, എഡിറ്റിംഗ്, ഡയറക്റ്റിംഗ് കോഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഷോർട്ട് ഫിലിംസൊക്കെ തന്നെ എല്ലാം ഞാൻ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും. കുറച്ച് സഹായത്തിന് സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എഡിറ്റിങ്ങിലൊക്കെ കുറേ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാതെ പോകും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനോടുള്ളൊരു ഇത് പോയി കഴിഞ്ഞപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് കണ്ട അഭിപ്രായമൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് പേരെ കാണിച്ചിട്ടൊക്കെയാണ് സിനിമയുടെ ഫൈനൽ എഡിറ്റ് ലോക്ക് ചെയ്തത്. അപ്പം ഈ ഒരു കഥ സെലക്ട് ചെയ്ത് എഴുതി വന്നു കഴിഞ്ഞപ്പം അതിൽ നിന്ന് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ പുതിയതായിട്ട് ആഡ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇത് നമുക്കൊരു കോമ്പറ്റീഷനിലൂടെ വിൻ ചെയ്ത സിനിമയാണല്ലോ. ഈ പ്രോജക്റ്റ് സ്ക്രിപ്റ്റ് കേരള സർക്കാരിൻ്റെ കോമ്പറ്റീഷനിൽ വിൻ ചെയ്തതാണ്. അപ്പോൾ അധികം സമയം ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ സ്ക്രിപ്റ്റ് എഴുതിയ ശേഷം സബ്മിറ്റ് ചെയ്തത് തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. അങ്ങനെ അധികം ചേഞ്ചുകൾ ഉണ്ടായില്ല. പിന്നെ നമ്മൾ ഒരുപാട് റിഹേഴ്സൽസ് ആക്ടേഴ്സിൻ്റെ ഒപ്പം ചെയ്തപ്പോൾ ഡയലോഗ്സിലൊക്കെ ചെറിയ മാറ്റങ്ങൾ, അവരുടെ ഭാഷയോട് ചേരുന്ന രീതിയിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അതോടൊപ്പം തന്നെ മാമിൻ്റെ അടുത്ത് ഒരു കാര്യം കൂടെ, ഈ പ്രാവശ്യത്തെ IFFKയിൽ 29ാമത് IFFKയിൽ 4 വനിതാ സംവിധായകരാണുള്ളത്. അതിലൊരാളാണ് മാമും. അതിനകത്ത് സന്തോഷം ഒന്ന് പങ്കുവയ്ക്കും. സന്തോഷം. 4 സ്ത്രീകൾക്കൊപ്പം നമ്മുടെ സിനിമയും കൂടി ഉള്ളത്. അത് ഇത്തവണ എനിക്ക് തോന്നുന്നു അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ, ചരിത്രത്തിൽ ആദ്യമായിട്ട് 4 സ്ത്രീകൾ. അപ്പോൾ ബാക്കി ഒരു 2 സിനിമ ഞാൻ കണ്ടു, ഇനി ഒരു സിനിമയും കൂടി കാണാനുണ്ട് ബാക്കി സ്ത്രീ സംവിധായകരുടെ. വളരെ എക്സൈറ്റഡ് ആണ് അത് കാണാൻ. ഡെഫിനറ്റ്ലി ആദ്യത്തെ പ്രദർശനം കൂടിയാണ്. സിനിമയുടെ പ്രീമിയർ ഇവിടെയാണ് നടക്കുന്നത്. അത് IFFKയിൽ തന്നെ ആയത് ഏറ്റവും സന്തോഷം. കാരണം ഇതുപോലൊരു ഓഡിയൻസ് നമുക്ക് എവിടെയും കിട്ടാൻ പോകുന്നില്ല. സിനിമ റിലീസ് ചെയ്താലും അല്ലെങ്കിൽ ഇനി വേറെ ഫെസ്റ്റിവൽസിന് പോയാൽ കൂടിയും IFFK പോലെ നല്ലൊരു ഓഡിയൻസ് നമുക്ക് വേറെ എവിടെയും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അത് വലിയൊരു ഭാഗ്യം ഇവിടെ സിനിമ കാണിക്കാൻ സാധിച്ചു.